കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഫോൺ ഉപയോഗത്തിൽ നിർണായക തെളിവുകൾ 24-ന് കിട്ടി. കാപ്പ കേസ് പ്രതി ജയിലിൽ നിന്ന് ആമ്പല്ലൂർ സ്വദേശിനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. തൃശൂർ സ്വദേശി ഗോപകുമാറാണ് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത്. സംഭവത്തിൽ യുവതി ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് സൂപ്രണ്ടിന് പരാതിയായിട്ട് നൽകി. 24 ബിഗ് ബ്രേക്കിംഗ്. ഹലോ, നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരുന്ന ആളെ എന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയത്. നീ സ്വിച്ച് ഓഫ് ചെയ്യണം. നാളോട്ട് നിന്റെ സ്വിച്ച് ഓഫ് ഞാൻ കാണിച്ചു തരാട്ടാ. നീ എല്ലാത്തിനുള്ള ഉത്തരം തരുന്ന ആളോ ഈ നേരാകുമ്പോ ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, ആയിക്കോട്ടെ. ആലോചിച്ചോ എന്നെ ഇറക്കാണ്ടിരിക്കാനും എന്നെ മാക്സിമം ഇറക്കാണ്ടിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ലേ? എന്ത് കളി? എല്ലാ കളി ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ത് കളിയാ? എന്നെ ഇറക്കാണ്ടിരിക്കാനുള്ള എല്ലാ കളിയും കളിച്ചില്ലേ? എവിടെയാണ്? എന്റെ അച്ഛനാണോ മജിസ്ട്രേറ്റ്? നിന്റെ അച്ഛനല്ല മജിസ്ട്രേറ്റ്. നീ ഞാൻ പറഞ്ഞത് എന്തിനാണ് അനീസ് മനക്കലിനെ അയച്ചു കൊടുത്തത്? എപ്പോഴാണ്? കൂടുതൽ വർത്താനം പറയാൻ നിൽക്കലേട്ടാ, കൂടുതൽ വർത്താനം പറയല്ലേട്ടാ എന്റെ അടുത്ത്. വന്നിട്ട് ഞാൻ 1 by 1 ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഉത്തരം 1 by 1 ആയിട്ടൊന്ന് ചോദിക്ക്. നീ നിനക്കങ്ങനെ ഇഷ്ടങ്ങൾ തന്നേക്കണതിന്റെ എല്ലാം എന്റെ കയ്യിലുണ്ട്. നീ ഇറങ്ങില്ല, നിന്നെ അടി കൊന്നിട്ട് ഇറക്കുന്നു അവിടുന്ന്. കൊന്നിട്ട് എവിടെന്ന്? മറ്റന്നാ സ്ഥലം നോക്കിയോട്ടെ, നാളെ വന്നിട്ട്. ഇത് ജയിലിൽ നിന്ന് വിളിച്ച് വിളിക്കാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സംഭവം ഗംഭീരമായിട്ടുണ്ടോ ഈ വിളി? സൂപ്രണ്ടിനെ അഭിമാനിക്കാം. SKN, ഗുഡ് മോർണിംഗ്. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഫോൺ ഉപയോഗത്തിൻ്റെ വിവരങ്ങൾ പലതരത്തിൽ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഈ ഫോൺ ഉപയോഗം, ഈ ഫോണുകൾ പിടികൂടുന്നതും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടികൂടുന്ന സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഫോൺ ഉപയോഗിച്ച്, അതായത് ഒരു കാപ്പ കേസ് പ്രതിയാണ് ജയിലിൽ നിന്നും ഈ ഫോൺ വിളിച്ചത്. തൃശ്ശൂർ ആമ്പല്ലൂർ സ്വദേശിനിയാണ് വിളിച്ച് സംസാരിക്കുന്ന ഒരു ഭീഷണി കോളാണ് അത് പുറത്തു വന്നിട്ടുള്ളത്. ഇത് വ്യാഴാഴ്ചയാണ്. ഈ രാത്രി 9 മണിയോടെയാണ് ഈ കോൾ ചെയ്യുന്നത്. അതിൻ്റെ വിവരങ്ങൾ, ഈ കോൾ ചെയ്തത് യുവതി റെക്കോർഡ് ചെയ്യുകയും അതിനുശേഷം കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന് അത് പരാതിയായി നൽകുകയും ചെയ്തു. പരാതി ലഭിച്ച ഉടൻ തന്നെ ഇയാളുടെ സെല്ലിൽ, ഇയാൾ 1-ാം ബ്ലോക്കിലെ 15-ാം സെല്ലിലാണ് ഈ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഗോപകുമാർ തടവിൽ കഴിയുന്നത്. ആ സെല്ലിൽ പരിശോധന നടത്തി കൈയോടെ തന്നെ ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പിടികൂടി. അതിനുശേഷം ഇപ്പോൾ അതിൽ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഫോൺ ഉപയോഗത്തിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള തെളിവുകളാണ്. നേരത്തെ മൊബൈൽ ഫോൺ പിടികൂടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഫോൺ വിളിച്ച സംഭാഷണം, ഇങ്ങനെ ഒരു തെളിവ് ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് അതിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ഇയാൾ ഇത്തരത്തിൽ ഫോൺ വിളിക്കുന്നത്. ഇതിൽ ജയിലിൽ നിന്നും ഈ ഗോപകുമാർ പല ആൾക്കാരെ ഇത്തരത്തിൽ വിളിക്കുകയും പണം ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരം, ഇയാൾ പണം ആവശ്യപ്പെടുന്നത് ഈ ജയിലിനകത്തുള്ള ലഹരി ഉപയോഗത്തിനാണ്. പുറത്തുള്ള ഒരാൾക്ക് ഗൂഗിൾ പേ വഴി പൈസ അയച്ചാൽ മാത്രമേ ജയിലിനകത്ത് അയാൾക്ക് ലഹരി ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് പല ആൾക്കാർ, അതായത് ഇയാളോട് ബന്ധമുള്ള പല ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു പണം ആവശ്യപ്പെടുന്നത്. പണം നൽകിയില്ലെങ്കിൽ ഈ തരത്തിലുള്ള ഭീഷണി കോളിലേക്കും കടക്കും. രാത്രി സമയത്ത് പോലും സെല്ലിനകത്ത് നിന്നുകൊണ്ടാണ്, നമുക്കറിയാം രാത്രി സമയങ്ങളിൽ സെല്ല് പൂർണ്ണമായും അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സെല്ലിനകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള, ഇത് ഏകദേശം 4 മിനിറ്റോളമുള്ള ഫോൺ സംഭാഷണമുണ്ട്. അത്ര സമയം എടുത്ത് സംസാരിക്കുകയോ ചെയ്യുന്നത്. ഇത് സെൻട്രൽ ജയിലിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത് ഫോൺ റെക്കോർഡ് ചെയ്ത് ആ യുവതി പരാതി നൽകുകയും ആ പരാതിയെ തുടർന്ന് ഈ ഫോൺ പിടികൂടുകയും ഇയാളെ ഇപ്പോൾ ഈ 1-ാം സെല്ലിൽ നിന്നും ഈ 10-ാം സെല്ലിലേക്ക് പണിഷ്മെൻ്റായി മാറ്റിയിട്ടുണ്ട് എന്നാണ് ജയിൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇതിൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇയാൾ ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇയാൾ ഈ ഫോണിലൂടെ ജയിലിൽ നിന്ന് നടത്തിയ ഇടപാടുകളെ സംബന്ധിച്ചൊക്കെ എന്തായാലും പോലീസ് പരിശോധന നടത്തി വരികയാണ്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.